ഹലോ കൂട്ടുകാരെ, മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് ഉപ്പുമാവ്. അപ്പോൾ അതിന് നമുക്ക് ഒന്നുകൂടി നല്ല കളർഫുള്ളും അതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആക്കി എടുത്താലോ. അതിനായിട്ട് അതിനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഉരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി തൊലി കളഞ്ഞിട്ട് ചെറുതായി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞത് ചെറിയതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് വെക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, അതും പൊടിയായിട്ട് അരിഞ്ഞത് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് നടുകെ കീറിയത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ട് അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് 1 കപ്പ് റവ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകാൻ നിൽക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുകയേ വേണ്ടൂ. അപ്പോൾ നമ്മൾ റവ ചൂടാക്കി എടുത്തു. ആ ഒരു സമയം കൊണ്ട് നമ്മൾ വെജിറ്റബിൾസിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്തിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. ഇനി ഒരു കയ്യിൽ വെച്ച് നല്ലതുപോലെ ആ വെജിറ്റബിൾസിൽ റവ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ലേശം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 3-4 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ മൂടി ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഉപ്പുമാവ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഉപ്പുമാവ് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയ്ക്ക്, വറുത്ത റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ ഇനി ഇപ്പോൾ റവയുടെ മാറ്റം കൊണ്ട് എങ്ങാനും വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം നമ്മൾ ആദ്യം അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്, നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടാണ് ചേർത്ത് വെക്കുന്നത്. ഇനി അതും കൂടി നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഒത്തിരി കട്ട പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.